ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കുറേ വിഷയങ്ങളുണ്ട്. കുറേ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഏഹ്, ഇന്ന് ഇസ്ലാമാബാദിൽ വെച്ചിട്ട് അമേരിക്കയും ഇറാനും ഒരിക്കൽ കൂടി മീറ്റ് ചെയ്യാണ്. ഈ മീറ്റിങ്ങിൽ JD വാൻസ് പങ്കെടുക്കുന്നില്ല. പ്രത്യേകിച്ച് ട്രംപ് വലിയ ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ അവർ ഇൻ്റർനാഷണൽ റൂൾസ് ഒന്നും പാലിക്കുന്നില്ല. അവർ ഇൻ്റർനാഷണൽ റൂൾസൊക്കെ ഒരുപാട് വയലേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ മറ്റുള്ള കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുകയാണ്. ഫ്രാൻസ്, UK, ജർമ്മനി, ഇറ്റലിയൊക്കെ അവരൊക്കെ പറയും. പക്ഷെ അവരൊന്നും പ്രാവർത്തികമായിട്ട് അവരുടെ വാർഷിപ്പുകളെ ഒന്നും സ്ട്രേറ്റ് ഓഫ് ഹോർമസിലേക്ക് അയച്ചു വെക്കില്ല. ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് അവരുടെ ശീലം. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് 10 മിനിറ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ അമേരിക്ക അങ്ങോട്ട് വെക്കും. അതിൽ വേണമെങ്കിൽ ഇറാൻ വന്ന് ഒപ്പിട്ടിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് പോവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ പവർ ഗ്രിഡുകൾ, റെയിൽവേ ട്രാക്കുകൾ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ ഏരിയകളെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കുകൾ അമേരിക്ക നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മീറ്റിങ്ങിൽ JD വാൻസ് പങ്കെടുക്കുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തൊരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ JD വാൻസ് പോകുന്നതിന് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. JD വാൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇസ്ലാമാബാദിൽ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് പോകുന്നത് ജെറാദ് കുഷ്ണർ, അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, ഈ രണ്ടുപേരുമായിരിക്കും അവിടെ പോകുന്നത്. ചർച്ചയൊന്നുമില്ല, ജസ്റ്റ് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു പ്രൊപ്പോസൽ, ഒരു എഗ്രിമെൻറ്റ് അങ്ങോട്ട് കൊടുത്തയക്കുകയാണ്. അത് ഇറാൻ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ മൊമെൻറ്റ് വരെ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ മിഡ് നൈറ്റിലാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഓൾമോസ്റ്റ് 1:30 AM കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഈ മൊമെൻറ്റ് വരെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പോവില്ല എന്നാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇസ്ലാമാബാദിൽ അമേരിക്ക ഉണ്ടാവും. അപ്പോൾ ഇസ്ലാമാബാദിലേക്ക് ഞങ്ങൾ പോവില്ല എന്നാണ് ഇറാൻ ഇപ്പം ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവരുടെ മുൻകാല ചരിത്രം വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ പോവും, ഉറപ്പായിട്ടും ഇവർ പോവും. ചർച്ചയ്ക്ക് ഒരിക്കലും ഇവർ പോകാതിരിക്കില്ല. ഇവർ അതുവരെ വലിയ രീതിയിലുള്ള ഡയലോഗൊക്കെ പറയും. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇപ്പോൾ അമേരിക്ക ഏർപ്പാടാക്കിയിരിക്കുന്ന ബ്ലോക്കേഡ് അത് മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ ഇസ്ലാമാബാദിലേക്ക് പോകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ ലാസ്റ്റ് മൊമെൻ്റ് വരെ ആ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അമേരിക്ക ബ്ലോക്കേഡ് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഇറാൻ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ തവണയും ഇവർ ഇതേപോലെ ഞങ്ങൾ പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഇറാൻ വരുമെന്നുള്ള ഉറപ്പ് കിട്ടിയതിനെ തുടർന്നായിരിക്കും തീർച്ചയായിട്ടും അമേരിക്കയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇസ്ലാമാബാദിലേക്കുള്ള യാത്ര ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് മുന്നേ ഇവർ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് സകല അടവും ഇറാൻ പയറ്റുന്നുണ്ട്. കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്ലോക്കേഡ് അത്രമാത്രം ഇറാനെ ബാധിക്കുന്നുണ്ട്. ആ ട്വീറ്റിൽ തന്നെ ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പെർ ഡേ $500 മില്യൺ ഇറാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടം. അത് വളരെ കൃത്യമായിട്ട് ഈ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രായേൽ പോസിറ്റീവ് എക്സ്പെക്ടേഷൻസിലാണ്, അതായത് ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അമേരിക്ക ഗുഡ് ഡിസിഷൻ എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഇസ്രായേൽ പ്രതീക്ഷിച്ച് അവരുടെ ആർമിക്ക് ഹൈ അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഏത് മൊമെൻറ്റിലും ചർച്ച പരാജയപ്പെടുന്ന ആ സ്പോട്ടിൽ ഇസ്രായേലിന് മെസ്സേജ് വരും. അപ്പോൾ അവർ ആ മൊമെൻറ്റിൽ തന്നെ ആക്രമണം തുടങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. സെനാരിയോ വളരെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറാൻ പോകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതിനു മുമ്പുള്ള ഇറാൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് അവർ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എനിവേ ലെറ്റ് us see എങ്ങനെയാണ് അവർ ഈ ചർച്ചയെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഉടനെ തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. തുർക്കി പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിപ്പോയി, ഇത്ര പെട്ടെന്നൊരു മീറ്റിംഗ് വേണ്ടായിരുന്നു, കുറച്ചുകൂടെ ടൈം ലൈൻ എടുത്ത് മീറ്റിംഗ് ആവാമായിരുന്നു. കാരണം ഈ പ്രഖ്യാപിച്ച സീസ് ഫയറിന് ഇനിയും ടൈം ലൈൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം ലൈൻ ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് റിലാക്സ് ആയിട്ട് മീറ്റിംഗ് സെറ്റ് ചെയ്യാമായിരുന്നു എന്ന് തുർക്കി പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, തുർക്കിയും ഇറാനും തമ്മിലുള്ള ഓയിൽ പൈപ്പ് ലൈൻ എഗ്രിമെന്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനാണ്. തുർക്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇറാനുമായിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഇറാനുമായിട്ടുള്ള കരാർ പുതുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ള എന്നുള്ള പ്രഖ്യാപനം തുർക്കി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നിൽക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ഒരു ചർച്ച ഇപ്പം ഇടയ്ക്ക് വന്ന് പെട്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുർക്കിയും ഇറാനുമായിട്ടുള്ള ആ കരാർ കുറച്ചുകൂടെ ഡിലേ ആവും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുർക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് അവരുടെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്.
അപ്പോൾ ട്രംപ് ഇവിടെയും ഒരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ്. അതായത് അമേരിക്കയെ ആരും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട, അമേരിക്ക അങ്ങനെ ആർക്കും ഭീഷണിപ്പെടുത്താനുള്ള ഒരു രാജ്യമല്ല എന്നും കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെന്റ് അങ്ങോട്ട് കൊടുത്തയക്കും, അത് വായിച്ചിട്ട് അതിനകത്ത് ഒപ്പിട്ടിട്ട് പോവുക. അല്ലെ ചായയും ബിസ്ക്കറ്റും എല്ലാം ഇസ്ലാമാബാദിൽ നിന്ന് കിട്ടും, കഴിച്ചിട്ടില്ലെങ്കിൽ ബിരിയാണി ആയിക്കോട്ടെ, കഴിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിടുക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ കഴിഞ്ഞ 47 വർഷമായിട്ട് ലോകത്തിന് ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്, തീവ്രവാദം വളർത്തുന്നുണ്ട്, തീവ്രവാദികളെ ചുറ്റാകെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് പല മുക്കിലും മൂലയിലും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ അട്രോസിറ്റി വെച്ച് പൊറുപ്പിക്കാൻ ആവില്ല എന്നുള്ളതാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. അതോടൊപ്പം നോ വൺ ക്യാൻ ത്രെറ്റ് USA എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ അങ്ങനെ USA ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങ് വലിയ രീതിയിൽ ആളാവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പം നടക്കില്ല എന്നാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇറാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇഡിയറ്റ്സിന്റെ ട്വീറ്റിൽ തുറക്കുന്നതല്ല സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാനുള്ളിൽ നിന്നും ഇറാന്റെ സെപ്പാ നേവി അതിന് അവരൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്ന നേവൽ കമാൻഡർ ചോദിച്ച ചോദ്യം ഇറാന്റെ അബ്ബാസ് അരക്ചി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഫുള്ളി ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ട്വിറ്ററിൽ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടിയാണ് IRGC സെപ്പ ആർമി കൊടുത്തത്. അതായത് സ്റ്റുപ്പിഡുകളൊക്കെ പറയുന്ന ട്വീറ്റിലല്ല സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് പ്രവർത്തിക്കുന്നത്, അത് ഖമനേയി തീരുമാനിക്കണം, ഞങ്ങളുടെ ലീഡർ നേതാവ് തീരുമാനിക്കണം, എന്നാൽ മാത്രമേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് പ്രവർത്തിക്കൂ എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് അവിടെ നിന്ന് കൊടുത്തത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അബ്ബാസ് അരക്ചിയെ ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഇറാന്റെ ഉള്ളിലായിക്കോട്ടെ അതേപോലെ തന്നെ ഗ്ലോബലി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. അബ്ബാസ് അരക്ചി എന്ന് പറഞ്ഞ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററിനെ IRGC അപമാനിക്കുന്ന തരത്തിൽ ഇതേപോലെ അപമാനിച്ച് ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത്. അത് ഒരു തരത്തിൽ വാസ്തവം തന്നെയാണ്. ഇറാൻ മീഡിയ വരെ അബ്ബാസ് അരക്ചിയെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ആ സ്ക്രീൻഷോട്ടും ഞാൻ ഇതിനു മുമ്പ് തന്നെ ഉള്ള വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളുപ്പിക്കൽ ശ്രമം, അതായത് IRGCക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പൊളിറ്റിക്കൽ വിങ്ങും IRGCയും തമ്മിൽ തർക്കങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് ട്രംപിനെയാണ്, അതായത് സ്റ്റുപ്പിഡ് ട്വീറ്റ് എന്ന് പറഞ്ഞത് ട്രംപിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ള വ്യാഖ്യാനമാണ് ഇപ്പോൾ IRGCയുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ട്രംപിനെ കുറിച്ചല്ലായിരുന്നു ചോദ്യം. എനിവേ കാര്യങ്ങളെല്ലാം പൊതുവിൽ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന തർക്കങ്ങൾ. പക്ഷെ അത് അവർ മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നലെ മൊത്തത്തിൽ 13 ഓയിൽ ടാങ്കറുകളാണ് ഇറാൻ മടക്കി അയച്ചത്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഉള്ളിൽ നിന്നും, അതായത് ഇറാഖ്, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം എണ്ണ എടുത്തുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വഴി കടക്കാനിരുന്ന 13 ഷിപ്പുകളെ ഇറാൻ തിരികെ അയച്ചിട്ടുണ്ട്. അതായത് അതെല്ലാം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇന്ത്യയുടെ ഒരേ ഒരു ഷിപ്പ് മാത്രമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇന്നലെ പാസ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് പാസ്സായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത് പ്രത്യേകിച്ച് ഒമാൻ്റെ തീരത്തൂടെ നൈസിന് കടന്നു വന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ ഇറാൻ്റെ ഉള്ളിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ 4 പേരും തുടർച്ചയായിട്ട് ഇറാൻ്റെ ഉള്ളിൽ ഇന്റർനെറ്റ് കട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാർ ലിങ്കിൻ്റെ സാറ്റലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ടും അതിനെ തുടർന്ന് ഈ 4 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരെ തൂക്കിക്കൊല്ലുവോ അല്ലെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കും നമുക്കറിയില്ല. കാരണം ഇറാൻ്റെ ഫേമസ് ആയിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലലാണ്. ഇപ്പോൾ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ ഇന്റർനെറ്റ് മോഡം കൊണ്ടുവന്നതിനൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇപ്പം ഉടനെ തന്നെ ഈ പ്രവൃത്തിയായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഇറാൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ മൊസാദിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച 14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും. അതുപോലെ ഇസ്രായേൽ ആക്രമണം നടത്തിയ മെഹ്റാബാദ് എയർപോർട്ട് ഇപ്പം ഫങ്ഷനിങ് ആയിരിക്കുകയാണ്. അതുപോലെ ഇറാൻ്റെ എയർ സ്പേസ് ഒരുവിധം പൂർണ്ണമായിട്ടും ഒരു 80% എയർ സ്പേസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റ് സർവീസുകളൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവും ഇറാൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ നോർത്തേൺ ഇറാൻ്റെ സൈഡിൽ അവർക്ക് ഒരു ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട്. ഈ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റിൽ ഒരു പൊട്ടിത്തെറി, വലിയൊരു പൊട്ടിത്തെറി, വല്ലാത്ത രീതിയിൽ അത് നിന്ന് കത്തുകയാണ്. ആളി കത്തുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരിക്കും അവിടെ ഇത് ആരെങ്കിലും പർപ്പസ്ഫുള്ളി ഇത് കത്തിച്ചതാണോ അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കിനിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ആ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് മൊത്തത്തിൽ കത്തി നശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ സെപ്പാ നേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിൽ അനൗൺസ്മെൻറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫുട്ടേജ് എല്ലാം തന്നെ
സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവരുടെ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് കത്തുന്നത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവരുടെ എക്സ്പാൻഷൻ തിയറി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്പാൻഷൻ തിയറിയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണമെന്ന് പറഞ്ഞാൽ, ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ഉപദ്രവം ഏറ്റുവാങ്ങിയ ഒരു സൊസൈറ്റിയാണ് ജൂവിഷ് കമ്മ്യൂണിറ്റി. ഈ ഗ്യാസ് ചാമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബ്രിട്ടാനിക്കയിലൊക്കെ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിൽ ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി ഇതിന് മുമ്പ് മുൻകാല ചരിത്രം അനുസരിച്ച് ആർക്കെതിരെയെങ്കിലും വല്ലാത്ത രീതിയിലുള്ള സെക്ടേറിയനിസം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമുക്ക് ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ജൂവിഷിന്റെ ബ്രില്യൻസ്, അവരുടെ വളർച്ച, അവരുടെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൽ ലൈഫ്, ഇതൊക്കെ കണ്ട് അസൂയ മൂത്തിട്ട് ജർമ്മനി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹിറ്റ്ലറൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ സാധുവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജൂവിഷ് കമ്മ്യൂണിറ്റി ആർക്കെതിരെയും പോയിട്ട് ഇങ്ങനെ ആക്രമണം നടത്തിയതായിട്ടൊന്നും നമുക്ക് ഒരിക്കലും ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ചിട്ട് അവർക്കൊപ്പം ജീവിച്ചിരുന്ന മറ്റുള്ള സൊസൈറ്റികൾ ഇവരോട് അസൂയ മൂത്തിട്ട് ഇവർക്കെതിരെ പലതരത്തിലുള്ള ആന്റിസെമിറ്റിസം അങ്ങനത്തെ പരിപാടികൾ ലോകമെമ്പാടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്രത്തോളം ഇവർക്ക് ചരിത്രമുണ്ട്. ഈ ചരിത്രം തന്നെയാണ് ഇവരെ ഇത്തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ബ്രില്യൻ്റ് ആണ്. പണം ഉണ്ടാക്കാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇവർ ടെക്നോളജിക്കലി വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവർ നൊബൽ പ്രൈസിൽ തന്നെ ഇവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ നൊബൽ പ്രൈസ് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പം ഈ സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത് 1948 UN റെസൊല്യൂഷൻ പാസ്സായി. അങ്ങനെ ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രശ്നം എന്തായിരുന്നു? പാലസ്തീൻ എന്ന് വിളിക്കുന്ന ആ കമ്മ്യൂണിറ്റി ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് റിയലി എക്സ്പാൻഷൻ തിയറി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പാൻഷൻ തിയറി ഉണ്ടോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം. അവർക്കൊരു രാജ്യമില്ലായിരുന്നു, അവർക്കൊരു രാജ്യം വേണമായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി അവർ നേഷൻ ബിൽഡിങ്ങിൽ നമ്പർ 1 ആയിട്ട് അവർ കൃത്യമായിട്ട് ആ നേഷൻ സെക്യൂർ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ഭീഷണിയുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ ഇവരുടെ ഒരു ലാൻഡ്, മുൻകാല ചരിത്രം, അവരുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം അനുസരിച്ച് ഇവിടെ ഓൾറെഡി തന്നെ ജൂവിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അല്ലാതെ 48 ഇവർ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതല്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലെബനനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം. എന്താണ് ഈ ലെബനൻ്റെ പ്രശ്നം? ലെബനൻ്റെ പ്രശ്നം 2006 ഇതേപോലെ ഈ ലിറ്റാനി റിവർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതൊരു ഹോക്കി സ്റ്റിക്ക് പോലെ നിങ്ങളിങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക്. ആ രീതിയിലാണ് ഇസ്രായേൽ, അതായത് നോർത്തേൺ ഇസ്രായേലിൽ നിന്നും ലെബനനിലേക്ക് നോക്കി കാണുമ്പോൾ മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോർത്തേൺ ഇസ്രായേൽ ബോർഡർ, ആ ബോർഡറിൽ നിന്നും ഒരു 30 കിലോമീറ്റർ, ചില സ്ഥലങ്ങളിൽ 22-23 കിലോമീറ്റർ, ചില സ്ഥലങ്ങളിൽ 30 കിലോമീറ്റേഴ്സ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറ്റാനി റിവർ കാണാൻ കഴിയും. ഈ ലിറ്റാനി റിവർ വരെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ബഫർ സോൺ. എന്തുകൊണ്ടാണ് ഈ ലിറ്റാനി റിവർ എന്ന് പറഞ്ഞാൽ, ഈ റിവർ കൃത്യമായിട്ട് ഒരു ചെക്ക് പോയിന്റ് ആണ്. കാരണം ഈ റിവർ മറികടന്ന് വേണം ഹെസ്ബുള്ള ഭീകരർക്ക് ഇസ്രായേലിന്റെ നേരെ ആക്രമണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻഫിൽട്രേറ്റ് ആവാനുള്ള ഏരിയയാണിത്. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവര് കൃത്യമായിട്ട് ഈ സദൻ ലെബനാൻ എന്ന് പറഞ്ഞ ഏരിയ, അത് ഇസ്രായേലിന്റെ നോർത്തേൺ പാർട്ട്, ആ ഏരിയയിൽ കൃത്യമായിട്ട് ഇവർ തമ്പടിച്ച്, അത് കുറച്ച് മലനിരകളൊക്കെ ഉള്ള ചെറിയ കുന്നുകളൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിൽ ഇവർ കൃത്യമായിട്ട് വന്ന് ഒളിച്ചും പാത്തും ഇരുന്നിട്ട് അവിടെയൊക്കെ റോക്കറ്റുകളൊക്കെ ഇവർ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ആ മിഡോസ് ഏരിയകളിൽ നിന്നും ഇവർ കൃത്യമായിട്ട് ഇസ്രായേലിലേക്ക് 25 കിലോമീറ്റർ 30 കിലോമീറ്റർ റേഞ്ചിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള റോക്കറ്റുകൾ വെച്ചിട്ട്, ഹെവി റോക്കറ്റുകൾ വെച്ചിട്ട് അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പരിപാടി. ഈ ഹിസ്ബുള്ള ആരുടെ പ്രോഗ്രാമാണ്? ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇസ്രായേലിനെ ചുറ്റിയാണ് ഇവർ ഈ കൈകൾ ആക്സിസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ആണ് മെയിൻ ആയിട്ടുള്ള ശത്രു. എവിടെയോ കിടക്കുന്ന ഇറാന്റെ ശത്രുവാണ് ഇസ്രായേൽ. അതിനു വേണ്ടിയിട്ട് ഇറാൻ ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ലെബനനിൽ കൊണ്ട് പാർപ്പിക്കുകയാണ് ഹെസ്ബുള്ളയെ. അതേപോലെ തന്നെയാണ് ജോർദാൻ, ഈജിപ്റ്റ്, സിറിയ, ഈ 3 രാജ്യങ്ങൾ. മാപ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 രാജ്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ജോർദാന്റെ വെസ്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ
സിറിയയുടെ ഗോലൻ ഹൈറ്റ്സ്, ഈജിപ്തിന്റെ സൈനായി, ഇത് മൂന്നും ഇസ്രായേൽ 1967 പിടിച്ചെടുത്തു. ഇത് എങ്ങനെ പിടിച്ചെടുത്തു? ഇസ്രായേലിന്റെ ഉള്ളിൽ നിരന്തരം പാലസ്തീനികൾ ഈ സ്റ്റേറ്റ് രൂപീകരിച്ച ഉടനെ തന്നെ, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്ഹുഡ് നിലവിൽ വരാൻ പാടില്ല എന്നുള്ള ആ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ടായ ദിവസം മുതലേ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം ഇവർ തുടങ്ങി. അതായത് വൈപ്പ് ഔട്ട് ഇസ്രായേൽ, റിവർ ടു സീ, ആ പദ്ധതി അവർ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെതിരെയുള്ള പദ്ധതികൾ, ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രാന്റ് കൊടുക്കുക, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുക, ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളെല്ലാം തന്നെ പാലസ്തീൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ട് അജണ്ട ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഈ ചുറ്റാകെ ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ ഇന്നത്തെ നിലപാടല്ല അന്നത്തെ നിലപാട്. അപ്പം അങ്ങനെ പല അറബ് രാജ്യങ്ങളും സൈലന്റ് ആയിരുന്നു. അതിൽ സിറിയ, ജോർദാൻ, ഈജിപ്റ്റ്, ഇറാഖ് വളരെ ആക്റ്റീവ് ആയിരുന്നു ഇതിനകത്ത്. അപ്പം അതിനകത്ത് ഈജിപ്റ്റ് തുടരെ ഈ ഈജിപ്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ ഗാസ, ഈജിപ്ഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സൈനായ് പെനിൻസുല പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ഗാസ പിന്നീട് ഇസ്രായേൽ വിട്ടുകൊടുത്തില്ല. ഗാസ ഇസ്രായേലിന്റെ കീഴിൽ തന്നെ പാലസ്തീനിയൻസിന് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇസ്രായേൽ ഡിസൈഡ് ചെയ്തിരുന്നത്. കാരണം അല്ലെങ്കിൽ അത് ഈജിപ്തിന്റെ സ്ഥലമായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് കൃത്യമായിട്ട് 1967 ജൂൺ 5 കൃത്യമായിട്ട് ഇസ്രായേലാണ് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നത്. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈജിപ്ത് തുരുതര അവരുടെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്രായേലിന്റെ മേൽ ആക്രമണം നടത്തുമായിരുന്നു. ആ മൊമെന്റിലാണ് ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നത്. അപ്പൊ അങ്ങനെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാഖുമായിട്ട് ഈജിപ്റ്റ് ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്, ഡിഫൻസ് കരാർ. ആ ഡിഫൻസ് കരാറിൽ ഈജിപ്റ്റ് സൈൻ ചെയ്ത ഉടനെയാണ് ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുന്നത്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൂന്ന് ഏരിയകളിലും ഞാനിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്തിന്റെ സൈനായ്. 1978 വരെ സൈനായ് പ്രൊവിൻസ് ഇസ്രായേലിന്റെ കീഴിലായിരുന്നു. അത് ഇത്ര വലിയൊരു ഏരിയ ആണത്. ലുക്സ് ലൈക്ക് ഡെസേർട്ട്. അത് കാണുമ്പോഴത്തേക്കും ഒരു മരുഭൂമി പോലെ നമുക്ക് തോന്നുമെങ്കിലും ആ സൈനായ് പെനിൻസുല മൊത്തത്തിൽ ഒരുപാട് ഓയിൽ പോക്കറ്റുകളുണ്ട്. ആ സൈനായ് പെനിൻസുല മൊത്തത്തിൽ എണ്ണപ്പാടങ്ങളാണ്. 1967 ആ അറബ് യുദ്ധം 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളെയും തോൽപ്പിച്ച് ഇത്രയും സ്ഥലങ്ങൾ, വെസ്റ്റ് ബാങ്ക്, സൈനായ്, ഗോലൻ ഹൈറ്റ്സ്, ഇത് മൂന്നും തന്നെ കൈക്കലാക്കി വെച്ചിരുന്നു. എന്നിട്ടൊരു കാര്യം മനസ്സിലാക്കണം, 1978 മുമ്പായിട്ട് ഇസ്രായേൽ തന്നെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാണ്, സൈനായ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഇപ്പം ഇസ്രായേലിൻ്റെ ഉദ്ദേശം ലാൻഡ് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വെസ്റ്റ് ബാങ്ക് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു. അതുപോലെ സൈനായ് പ്രൊവിൻസ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു. ഗോലൻ ഹൈറ്റ്സും ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ അന്ന് വിട്ടുകൊടുത്തു. സമാധാനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്താണ് ഈ മൂന്ന് സ്ഥലങ്ങളും. വെസ്റ്റ് ബാങ്ക് ജോർദാന് തരാം, സൈനായ് ഈജിപ്തിന് തരാം, ഗോലൻ ഹൈറ്റ്സ് സിറിയയ്ക്ക് തരാം എന്നുള്ളത് കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് 78 ഇതിനു വേണ്ടിയിട്ട് അതിനെയാണ് കാർത്തൂം റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ കാർത്തൂം റെസൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒരു അക്കോർഡിൽ സൈൻ ചെയ്യാൻ, ഡേവിഡ് അക്കോർഡിൽ സൈൻ ചെയ്യാണ്. അപ്പം അങ്ങനെയാണ് ഈജിപ്തിന് ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റിൻ്റെ എക്സിസ്റ്റൻസിനെ അംഗീകരിക്കേണ്ടി വരുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈജിപ്റ്റ് എഴുതി കൊടുക്കുകയാണ് ഒഫീഷ്യലി. അത് മുതലാണ് ഈജിപ്റ്റ് പിന്നീട് ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്കിന് മുതിരാത്തത്. കാരണം അവിടെ സൈൻ ചെയ്തു, കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ സൈനായ് പ്രൊവിൻസിൽ 1967 മുതൽ 78 വരെ ഇസ്രായേൽ എണ്ണ എടുത്തുകൊണ്ടിരുന്നു, എനർജി അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നു. ഇപ്പം അമേരിക്ക എണ്ണ എടുക്കുന്ന ഒരു പ്രൊവിൻസ് വേറൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുമോ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എനിവേ ഈ ഈജിപ്റ്റ് തന്നെ വിട്ടുകൊടുക്കുമോ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അവിടെ എണ്ണപ്പാടങ്ങളുണ്ട്, ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയും. പക്ഷേ ഇസ്രായേലിന്റെ കൈവശം ഇവർ യുദ്ധം ചെയ്ത് ആ സ്ഥലം പിടിച്ചെടുത്തിട്ടും അവിടെ എണ്ണപ്പാടങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടും എണ്ണ ഇസ്രായേലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ സ്ഥലം ഈജിപ്തിന് വീണ്ടും തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഇസ്രായേലിന് ലാൻഡ് എക്സ്പാൻഷൻ തിയറി ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഇസ്രായേൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രായേലിനെ തോണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പൊ വീണ്ടും അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അടിയും വഴക്കുണ്ടാക്കിയിട്ട് ഈ ഗാസയിൽ കിടന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം ചെയ്യുക, അതിലൂടെ ഗ്രാന്റ് കൈപ്പറ്റുക, മാസച്ചെലവിനുള്ള സ്റ്റൈഫൻഡ് കണ്ടെത്തുക. അപ്പം ഇങ്ങനെയുള്ള പ്രൊമോഷൻ പാക്കേജുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ജനങ്ങൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുക. കാരണം അതൊരു ജീവിത മാർഗമായിട്ട് മാറുകയാണ്. ഒരാൾക്ക് ഇസ്രായേലിന്റെ മേലിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ എനിക്ക് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യത്തില്ലേ? പട്ടിണി അടക്കുന്നതിൽ ഭേദം മാസം സ്റ്റൈഫൻഡ് കിട്ടുന്നില്ലേ? അപ്പം ഇതുപോലത്തെ ഗവൺമെന്റുകളാണ് അവിടെ ചുറ്റാകെ ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം അതേ ഇസ്രായേൽ ഇന്ന് വളരെ അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ചുറ്റാകെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവർ കൃത്യമായിട്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഇപ്പം ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സ് ഇപ്പം പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള ഇൻഫിൽട്രേഷൻ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇപ്പം സൈനായ് പെനിൻസുല അത്
കൃത്യമായിട്ട് ഈജിപ്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഈജിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഇപ്പം കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലുള്ള രാജ്യമല്ല ഇപ്പം ഈജിപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈജിപ്തിൻ്റെ സൈനായി ആ മൂലയ്ക്ക് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഈജിപ്തും കൂടുതൽ വാലാട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൈനായി പ്രൊവിൻസും ഇസ്രായേൽ പിടിച്ചെടുക്കും. ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ ഇവിടെ വന്നിട്ട് എക്സ്പാൻഷൻ തിയറി ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ 100 ഹെസ്ബുള്ള താവളങ്ങൾ 10 മിനിറ്റിൽ അറ്റാക്ക് ചെയ്തു എന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ഇസ്രായേൽ നടത്തിയ അറ്റാക്കാണ്. BBC ഏതാണ്ട് 9 സെക്കൻഡാണ് ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തത്. അപ്പം തന്നെ അതിന് താഴെ ഒരുപാട് കമൻറ്റുകളാണ്. അതായത് ഒരുപാട് കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ പാലസ്തീൻ ആൾക്കാരുടെ കമൻറ്റുകൾ. അതായത് നിങ്ങൾ ഇസ്രായേൽ നടത്തുന്ന ജനസൈഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞിട്ട് BBCക്കെതിരെ. BBC എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റിസ്റ്റ് മാധ്യമമാണ്, ഇസ്രായേലിനെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമമാണ്. പക്ഷെ അവർ നരേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണ്. ആ അബദ്ധം പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ആൻറ്റി സെമിറ്റിസം. ഇന്ന് UK ഒരു ജൂവിഷ് ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പേരും ഇറാനിയൻ പ്രോക്സികളാണ്. അങ്ങനെ കീർ സ്റ്റാർമർ പറയുകയാണ്, UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ പറയുകയാണ്. അപ്പോൾ അവിടെയും ആൻറ്റി സെമിറ്റിസം, അതായത് എവിടെ കണ്ടാലും ഈ യഹൂദൻ എന്നുള്ള രീതിയിൽ എവിടെ കണ്ടാലും കഴുത്തിൽ ഒരു ഡേവിഡ് സ്റ്റാറിന്റെ നക്ഷത്രം തൂക്കിയ ഒരു വ്യക്തിയെ കണ്ടാലും അവിടെ അടിക്കുകയാണ്. അവിടെ ആൻറ്റി സെമിറ്റിസം ഉടനെ പൊട്ടിപ്പുറപ്പെടുകയാണ്, ആൾക്കാരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ വീഡിയോകൾ നിരന്തരം കാണാൻ കഴിയുന്ന സാഹചര്യമാണ്. യുദ്ധം നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉള്ള ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ പൊതുവിൽ ലോകത്ത് കണ്ടുവരുന്നത്. ആ സമയത്ത്, അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു 1978-79 ഇസ്രായേൽ സൈനായ് പ്രൊവിൻസ് ഈജിപ്തിന് തിരികെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ പേര് അൻവർ സാദത്ത്. ഈ അൻവർ സാദത്തിനെ ബ്രദർഹുഡിൽപ്പെട്ട ആൾക്കാർ, അന്ന് ബ്രദർഹുഡ് ഈജിപ്തിൻ്റെ ഉള്ളിൽ വളരെ ശക്തമാണ്, ഈ ബ്രദർഹുഡിൻ്റെ ആൾക്കാർ ഡേവിഡ് അക്കോർഡ് സൈൻ ചെയ്തതിൻ്റെ പേരിൽ ഈ അൻവർ സാദത്തിനെ വധിച്ചു കളഞ്ഞു. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കൗണ്ടർ ചെയ്യാം, അതിനുള്ള ഫുൾ ഫ്രീഡം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ ലിറ്റാനി റിവർ, ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ മാപ്പിൽ കൃത്യമായിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത്രയും സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ പിന്മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറച്ച തീരുമാനമാണ്. ഇത് നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. IDF വളരെ ക്ലിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, ഇത്രയും പോർഷനിൽ നിന്നും ഇസ്രായേൽ പിന്മാറില്ല. കാരണം ഇവർക്ക് ലിറ്റാനി റിവർ ഡയറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ലിറ്റാനി റിവർ കഴിഞ്ഞ് ഒരു ഹെസ്ബുള്ള ഭീകരൻ ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറുന്നു എങ്കിൽ അവരെ അപ്പോഴേ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇതാണിപ്പം ലെബനനുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്. ഇന്നലെ ഗാസയ്ക്കുള്ളിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹമാസ് സ്ട്രോങ് ഹോൾഡ് ഏരിയ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. അതുപോലെ സിറിയയ്ക്കുള്ളിൽ കൊനെഡ്ര ഏരിയയിൽ അഹമ്മദ് അൽ ഷറയുടെ HTSന്റെ ട്രൂപ്പ് അവിടെ ഇറങ്ങി പരിശോധന നടത്തിയതിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ ആയുധങ്ങളെല്ലാം തന്നെ ഹെസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ആയുധങ്ങളാണ് എന്നാണ് ഇപ്പോൾ സിറിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അഹമ്മദ് അൽ ഷറയ്ക്ക് ഒരു കൺഫ്യൂഷൻ. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് സിറിയയ്ക്കുള്ളിൽ അഹമ്മദ് അൽ ഷറയ്ക്കെതിരെ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധം തന്നെ ഹിസ്ബുള്ളയുടെ ഇൻഫ്ലുവൻസിൽ നടക്കുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് കൂടി അഹമ്മദ് അൽ ഷറയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പേടിയിൽ ഈ ആയുധങ്ങൾ ശരിക്കും ഹിസ്ബുള്ള ലെബനാനിലേക്ക് കൊണ്ടുപോയിട്ട് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡംപ് ചെയ്ത് വെച്ചതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ആയുധം സിറിയയ്ക്കുള്ളിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഈ ആയുധങ്ങൾ മൊത്തം സിറിയൻ ഗവൺമെന്റ് സീസ് ചെയ്തെടുത്തിരിക്കുന്നത്. അഹമ്മദ് അൽ ഷാറ അമേരിക്കയുടെ ട്രൂപ്സിനെ സിറിയയിൽ നിന്നും ക്ലിയർ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു. പക്ഷേ സിറിയയ്ക്കുള്ളിൽ അപകടം പതിയിരിക്കുന്നുണ്ട്. അത് അഹമ്മദ് അൽ ഷാറയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം. കാരണം അഹമ്മദ് അൽ ഷാറയുടെ പ്രസ്ഥാനം തന്നെ അതിന് തെളിവാണ്. ISIS അതിൽ നിന്നും വന്ന ആളാണ് അഹമ്മദ് അൽ ഷാറ. അപ്പോൾ തീർച്ചയായിട്ടും പേടിക്കണം. അപ്പോൾ ആ ഒരു പേടി ഇപ്പോൾ അഹമ്മദ് അൽ ഷാറയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് തന്നിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ആ മാപ്പിൽ ഞാൻ ഈ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്ന ഫിൻലാൻഡിൻ്റെ തൊട്ട് താഴെ ഒരു ബ്ലൂ കളർ മാർക്ക് കണ്ട, ആ മാർക്കിൽ അവിടെ ഒരു എണ്ണപ്പാടം, ഓയിൽ റിഫൈനറി ഫീൽഡ് ഉക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ അത് മൊത്തത്തിൽ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വൈസ്റ്റോക്ക് ലൂക്കോയിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓയിൽ റിഫൈനറിയാണ്. അതുപോലെ താഴോട്ട് നേരെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഓറഞ്ച് കളറായിട്ട് റഷ്യ കുറേ കാലം കൊണ്ടേ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ ക്രൈമിയയ്ക്ക് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഷിപ്പ്, ഒരു ഓയിൽ ഷിപ്പ് ഉക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ 2. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് റാസ്നോഡാർ റോ എന്ന് പറഞ്ഞ ഒരു ഓയിൽ ഡിപ്പോ, അതായത് വലിയ എണ്ണ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്ഥലം, വലിയ വലിയ സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ട് അവിടെ ഒരു അറ്റാക്ക് ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. നമ്പർ 3.
അതിൻ്റെ തൊട്ട് മുകളിൽ 2 ബ്ലൂ കളർ ഡോട്ട് ഒരുമിച്ച് കാണുന്നുണ്ടല്ലോ, അവിടെ 2 ഓയിൽ റിഫൈനറികൾ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 ഓയിൽ റിഫൈനറികളും ഉക്രൈൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിലൊരെണ്ണം സിസ്റാൻ ഓയിൽ റിഫൈനറി എന്ന് പറയും, വലിയ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് 6 ഓയിൽ റിഫൈനറികൾ റഷ്യക്കുള്ളിൽ ഇന്നലെ മാത്രം ഉക്രൈൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. റഷ്യ ശരിക്കും പറഞ്ഞാൽ ഈ ഇടപെട്ട കാലങ്ങളിൽ ഈ ഓയിൽ റിഫൈനറികളെ സെക്യൂർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മാപ്പ്, ഈ ഫ്രണ്ട് ലൈൻ മാപ്പ് നമ്മൾ പരിശോധിച്ചിട്ട് കുറേ കാലമായി. ഈ ഫ്രണ്ട് ലൈൻ മാപ്പ് പരിശോധിക്കുമ്പോൾ ഉക്രൈൻ ചില സ്ഥലങ്ങളിലൊക്കെ ചില ഏരിയകളിൽ കയറി പിടിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കയറി പിടിച്ചിട്ടുണ്ട് മീൻസ് അവിടെ നഷ്ടപ്പെട്ട സ്ഥലം, റഷ്യ ഒക്കുപ്പൈ ചെയ്ത സ്ഥലം ഇവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ബ്ലൂ കളറിൽ കൊമ്പ് പോലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ മിഷൻ കോമ്പാറ്റിംഗ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പം മോഡേൺ വാർഫെയർ ടെക്നോളജിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഏറ്റവും കൂടുതൽ ടോപ്പിൽ. ഉക്രൈൻ ഈ ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് അതായത് മെഷീൻ റോബോട്ടിക് AI ടെക്നോളജിക്ക് മുന്നിൽ വിത്ത് ഡ്രോൺ കോമ്പിനേഷൻ, അതിന് മുന്നിൽ മനുഷ്യർക്ക് കീഴടങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് പല പോയിന്റുകളിലും, പല ചെക്ക് പോയിന്റുകളിലും. ഞാൻ ഇതിനു മുമ്പുള്ള വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉക്രൈൻ ഈ വിഷയം ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാർത്ത കൊടുക്കുന്നില്ല. അങ്ങനെ ഉക്രൈൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ലോലി അവർ കുറച്ച് ഡോമിനേറ്റ് ആകുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യക്കുള്ളിലുള്ള എണ്ണ റിഫൈൻ ചെയ്യുന്ന റിഫൈനറികളുടെ കപ്പാസിറ്റി 50% ഉക്രൈൻ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ 45% ഇന്ന് 50%. അപ്പോൾ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ടാർഗറ്റീവ് പ്രിസൈസ് അറ്റാക്കുകളാണ് ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബ്രീഫായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റേറ്റസ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.